വിജയിക്കാൻ വേണ്ടത് ലയൺ ആറ്റിറ്റ്യൂഡ്. കാട്ടിലെ രാജാവ് ആര് എന്ന ചോദ്യത്തിന് കൊച്ചുകുട്ടികൾ പോലും നൽകുന്ന ഉത്തരമുണ്ട്: സിംഹം. ശക്തിയാണ് കാട്ടിലെ നീതി എന്നു പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ സിംഹത്തെക്കാൾ എത്രയോ ഇരട്ടി ശക്തിയും ഭാരവും ഉയരവുമുള്ള ആന എന്തുകൊണ്ട് കാട്ടിലെ രാജാവായില്ല? സിംഹത്തെക്കാൾ ശക്തരായ കാട്ടുപോത്തും കാണ്ടാമൃഗവും കാട്ടിലെ രാജാക്കന്മാരല്ല. സിംഹത്തെക്കാൾ ഉയരമുള്ള ജിറാഫിനെ ആരും രാജാവായി പരിഗണിക്കുന്നില്ല. സിംഹത്തെക്കാൾ വേഗതയും ശക്തിയും കൗശലവുമുള്ള ചീറ്റപ്പുലി രാജാവായില്ല. അപ്പോൾ ശക്തി മാത്രമല്ല വിജയത്തിന്റെ മഹത്വത്തിന്റെ ലക്ഷണം. ബുദ്ധിയും കൗശലവുമുള്ളവൻ എവിടെയും വിജയിക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ കാട്ടിലെ ഏറ്റവും വലിയ ബുദ്ധിശാലിയും കൗശലക്കാരനും എന്നറിയപ്പെടുന്ന കുറുക്കനെ ആരും രാജാവായി പരിഗണിക്കുന്നതേയില്ല. അപ്പോൾ ശക്തിയും ബുദ്ധിയും കൊണ്ടു മാത്രം ഒരാൾക്ക് കാട്ടിലെ രാജാവാകാൻ കഴിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ രാജാവായത്? ഒറ്റ ഉത്തരമേയുള്ളൂ: ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്. അതാണ് സിംഹത്തെ രാജാവാക്കിയത്. മറ്റുള്ളവരിൽ നിന്നും എന്ത് ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ് സിംഹത്തിനുള്ളത്? സിംഹം നേതാവും മറ്റുള്ളവർ അനുയായികളും ആയി മാറിയതും എന്ത് ആറ്റിറ്റ്യൂഡ് വ്യത്യാസം കൊണ്ടാണ്? ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പായി എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് നോക്കാം. മനോഭാവം എന്നാണ് മലയാളത്തിൽ ആറ്റിറ്റ്യൂഡിന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന വാക്ക് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി മനോഭാവം എന്നായപ്പോൾ അതിൻ്റെ ശക്തിയും സൗന്ദര്യവും അല്പം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡിന് 3 ഘട്ടങ്ങളുണ്ട്. എനിക്ക് എന്നെക്കുറിച്ചുള്ള മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, എനിക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള മനോഭാവം, മറ്റുള്ളവർക്ക് എന്നോടുള്ള മനോഭാവം. ഈ 3 ആറ്റിറ്റ്യൂഡുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള മനോഭാവമാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ നേതാവാണെന്ന് ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങൾ നേതാവായി തീരും. നിങ്ങൾക്ക് നേതാവാകണം എങ്കിൽ നിങ്ങൾക്ക് അത്തരമൊരു ആറ്റിറ്റ്യൂഡ് സ്വയം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. നേതാവാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും മുന്നോട്ടു പോവുകയും ചെയ്താൽ മറ്റുള്ളവരും നിങ്ങളെ നേതാവായി അംഗീകരിക്കും. നിങ്ങൾക്ക് നേതാവാകണമെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. അത്തരത്തിൽ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. സിംഹം നേതാവായത് എന്തൊക്കെ ക്വാളിറ്റികൾ കൊണ്ടാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ഘടകം കറേജാണ്, അഥവാ ധൈര്യം. എന്തും നേരിടാനുള്ള ചങ്കൂറ്റം ഉള്ളവനാണ് ഈ നേതാവ്. ഈ ക്വാളിറ്റി സിംഹത്തിനുണ്ട്. സിംഹം ലക്ഷ്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങളും വഴിയിലെ തടസ്സങ്ങളും ടാർജറ്റിന്റെ വലിപ്പവും ശക്തിയും ഒന്നും സിംഹത്തെ പിന്തിരിപ്പിക്കുന്നില്ല. ടാർജറ്റ് അതുമാത്രമാണ് സിംഹത്തിന്റെ ലക്ഷ്യം. എന്തു ത്യാഗം സഹിച്ചും തന്റെ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ചങ്കൂറ്റവും ധൈര്യവും സിംഹത്തിനുണ്ട്. ഇന്നിൽ ജീവിക്കുക, മറ്റുള്ളവരെക്കുറിച്ച് കരുതൽ ഉണ്ടാകുക എന്നതാണ് നേതാവിനുണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം. സിംഹം ഇന്നലകളെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. ഇന്ന് തനിക്ക് എന്താണ് ആവശ്യം അത് വേട്ടയാടി പിടിക്കുന്നു. സിംഹം കൊല്ലുന്ന ഇരയെ ഒറ്റയ്ക്ക് ഭക്ഷിച്ച് തീർക്കുന്നില്ല. തനിക്ക് ആവശ്യമുള്ളത് ഭക്ഷിച്ച ശേഷം ബാക്കി മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി, മറ്റുള്ളവരോടുള്ള കരുതൽ. താൻ വളരെ ബുദ്ധിമുട്ടി സമ്പാദിച്ചതിൽ നിന്നും മറ്റുള്ളവർക്ക് കൂടി ദാനം ചെയ്യാൻ മാറ്റിവെക്കൽ. സിംഹത്തിൻ്റെ ഈ പ്രത്യേകത എല്ലാവരും മാതൃകയാക്കേണ്ടതാണ്. നേതാവാകാൻ മാത്രമല്ല, വിജയമാഗ്രഹിക്കുന്ന എല്ലാവരും പിന്തുടരേണ്ട ഒരു മാർഗമാണിത്. ചില മനുഷ്യരെ പോലെയാണ് ഭൂരിപക്ഷം മൃഗങ്ങളും. സേഫ് സോണിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സൗജന്യമായി കിട്ടുന്നതോ മറ്റുള്ളവർ ഉപേക്ഷിച്ചതോ പ്രതീക്ഷിച്ചിരിക്കും. എന്നാൽ സിംഹം ഒരിക്കലും ചത്തതോ ഉപേക്ഷിച്ചതോ മറ്റുള്ളവർ വേട്ടയാടി പിടിച്ചതോ ആയ മൃഗങ്ങളെ ഭക്ഷിക്കില്ല. തനിക്ക് ആവശ്യമുള്ളവ കണ്ടെത്തി അത് വേട്ടയാടി പിടിച്ചു ഭക്ഷിക്കുക എന്നതാണ് സിംഹത്തിൻ്റെ രീതി. ഈ ക്വാളിറ്റിയാണ് സിംഹത്തിനെ മറ്റു മൃഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാക്കുന്നത്. അതാണ് സിംഹത്തിനെ രാജാവാക്കുന്നത്. അതാണ് യഥാർത്ഥ വിജയിയുടെ, യഥാർത്ഥ നേതാവിൻ്റെ ലക്ഷണം. മറ്റുള്ളവരുടെ സൗജന്യം പ്രതീക്ഷിക്കാതെ, അധ്വാനിക്കാതെ, വെറുതെ കിട്ടുന്നതിനു വേണ്ടി കാത്തിരിക്കാതെ തൻ്റെ ലക്ഷ്യം നിശ്ചയിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ലക്ഷ്യം കഷ്ടപ്പെട്ടു നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നേതാവിനെ, വിജയിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്.
സൗജന്യവും വെറുതെ കിട്ടുന്നതും പ്രതീക്ഷിച്ച് കാലം കഴിക്കുന്നത് ഭിക്ഷക്കാരൻ മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. വിജയിയുടെ മൈൻഡ് സെറ്റ് അതല്ല. ലക്ഷ്യം കണ്ടെത്തുകയും അധ്വാനിച്ചത് നേടിയെടുക്കുകയും തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി നൽകുകയും ചെയ്യുന്നവനാണ് നേതാവ്. സിംഹത്തെ രാജാവായി അംഗീകരിക്കേണ്ടി വരുന്നത് നേതാവിന് വേണ്ടുന്ന ഈ മൂന്നാമത്തെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കൂടിയാണ്. നോക്കൂ, തൻ്റെ വിശപ്പടക്കാൻ ആവശ്യമായ ഇരയെ മാത്രമേ സിംഹം വേട്ടയാടി പിടിക്കുകയുള്ളൂ. സിംഹം തൻ്റെ മുന്നിൽ വന്നുപെടുന്ന മൃഗങ്ങളെയെല്ലാം ഉപദ്രവിക്കുകയോ തനിക്ക് ആവശ്യമില്ലാത്തത് വേട്ടയാടി പിടിക്കുകയോ ചെയ്യാറില്ല. ജീവിതത്തിൽ വിജയിക്കാൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. നമ്മുടെ മുമ്പിൽ വന്നുപെടുന്നത് എല്ലാം യാഥാർത്ഥ്യമല്ല, അവസരങ്ങൾ മാത്രമാണ്. വന്നു ചേരുന്ന അവസരങ്ങളിൽ തനിക്ക് യോജിച്ചതും വേണ്ടതും മാത്രം തിരഞ്ഞെടുക്കുകയും അതുമാത്രം ലക്ഷ്യം വച്ച് നീങ്ങുകയും അത് നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിജയിയുടെ യഥാർത്ഥ ലക്ഷണം. മുന്നിൽ കാണുന്ന എല്ലാ അവസരങ്ങളുടെയും പിന്നാലെ പോയാൽ ഒരു ലക്ഷ്യവും പൂർത്തീകരിക്കാൻ കഴിയില്ല. മുന്നിൽ കാണുന്നതെല്ലാം അവസരങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യമല്ല. ഈ തിരിച്ചറിവാണ് നേതാവിന് അത്യാവശ്യമായും ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ ഗുണം. താൻ രാജാവാണെന്ന് സിംഹം ചിന്തിക്കുന്നു, രാജാവായി ജീവിക്കുന്നു. സിംഹം ആരുടെയും ആജ്ഞ അനുസരിക്കുന്നില്ല. സിംഹം ആരെയും പിന്തുടരുന്നില്ല. സിംഹം പിന്തുടരുന്നത് തൻ്റെ പാഷൻ മാത്രമാണ്, തൻ്റെ ലക്ഷ്യത്തെയാണ്. സിംഹത്തിന് നേതാവില്ല, സിംഹം തന്നെയാണു നേതാവ്, ബാക്കിയുള്ളവർ അനുയായികളും. സിംഹം രാജാവായി ചിന്തിക്കുന്നു, രാജാവായി ജീവിക്കുന്നു. എന്നാൽ ആട്ടിൻകൂട്ടം ഇടയനെ പിന്തുടരുന്നു. ഇടയനെ എവിടേക്ക് നയിക്കുന്നുവോ അവിടേക്കാണ് ആടുകളുടെ സഞ്ചാരം. ചിലപ്പോൾ അത് അറവുശാലകളിലുമാകാം. ആടിന് പിന്തുടരാൻ മാത്രമേ അറിയൂ, നയിക്കാൻ അറിയില്ല. ആടിന് അനുയായികൾ ഇല്ല, നേതാവ് മാത്രമേയുള്ളൂ. നിങ്ങൾക്ക് സിംഹത്തെപ്പോലെ നേതാവാകണോ അതോ ആട്ടിൻകൂട്ടങ്ങളെപ്പോലെ അനുയായികളായി മാത്രം ചിന്തിച്ച് അനുയായിയായി മരിക്കണോ? സിംഹം രാജാവാണ് താനെന്ന് ചിന്തിക്കുകയും നേതാവ് എന്ന ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരും സിംഹത്തെ അംഗീകരിക്കുകയും കീഴടങ്ങുകയും ചെയ്യുന്നു. ആട്ടിൻകൂട്ടങ്ങൾ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അവ ഇടയന്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഇടയനെ അനുസരിച്ച് ജീവിക്കുന്നു. ഇടയൻ നയിക്കുന്നത് അറവുശാലകളിലേക്കാണ് എങ്കിൽ പോലും അവ എതിർപ്പൊന്നും കൂടാതെ അനുസരിക്കുന്നു. ആട്ടിൻപറ്റങ്ങൾക്ക് അനുസരിക്കാൻ മാത്രമേ അറിയൂ, നയിക്കാൻ അറിയില്ല. ഇവിടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ് നേതാവിനെയും അനുയായിയെയും സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് നേതാവാകണമെങ്കിൽ, ബിസിനസ്സുകാരനാകണമെങ്കിൽ, ഉയർന്ന പദവിയിലെത്തണമെങ്കിൽ, ജീവിതത്തിലെല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരാകണമോ അതിനനുസരിച്ചുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ് സ്വയം സൃഷ്ടിക്കുക. നിങ്ങളുടെ മനോഭാവം അനുസരിച്ചുള്ള ആകർഷണ വലയങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ മറ്റുള്ളവരും ചുറ്റുമുള്ള സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനനുസരണമായി നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ആകർഷിക്കപ്പെടും. സിംഹത്തിൻ്റെയും ആനയുടെയും ആറ്റിറ്റ്യൂഡുകൾ തമ്മിൽ താരതമ്യം നടത്തി എങ്ങനെയാണ് തന്നേക്കാൾ വലിയ ഒരു മൃഗത്തിനെ സിംഹം കീഴടക്കുന്നത് എന്ന് പരിശോധിക്കാം. ആനയെ കാണുമ്പോൾ സിംഹം ആനയുടെ ശക്തിയെക്കുറിച്ചോ വലിപ്പത്തെക്കുറിച്ചോ അല്ല ചിന്തിക്കുന്നത്. തൻ്റെ ഭക്ഷണം മുന്നിൽ വന്നു പെട്ടിരിക്കുന്നു. ഇവനാണ് ഇന്നത്തെ എൻ്റെ ഇര, ഇവനെ കൊന്നു തിന്ന് തൻ്റെ വിശപ്പടക്കണം. ആനയേക്കാൾ താൻ ശക്തനാണെന്നും തനിക്ക് ആനയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നുമുള്ള ഉത്തമ വിശ്വാസത്തോടെ സിംഹം ആനയെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. സിംഹത്തെ കാണുമ്പോൾ ആനയുടെ മനോഭാവം താൻ ഇരയും സിംഹം വേട്ടക്കാരനുമാണ് എന്നതാണ്. ആന തൻ്റെ കാലുകൊണ്ട് ശക്തമായി ഒന്ന് തൊഴിച്ചാൽ തകർന്നു പോകാവുന്നതേയുള്ളൂ സിംഹത്തിൻ്റെ ശരീരം. സിംഹത്തെ തൻ്റെ കൊമ്പിൽ കുത്തി കോർക്കാനുള്ള ശക്തി ആനയ്ക്കുണ്ട്. എന്നാൽ ആന തൻ്റെ ശക്തി തിരിച്ചറിയുന്നില്ല. നമ്മൾ സാധാരണ കാണുന്ന ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞ് ഇക്കാര്യം വ്യക്തമാക്കാം. 4 പോലീസുകാർ ഓടടാ എന്ന് പറഞ്ഞാൽ 400ഓളം വരുന്ന ജനക്കൂട്ടം തിരിഞ്ഞോടും. കാരണം പോലീസുകാർ തങ്ങളെ വിരട്ടാൻ അധികാരമുള്ള ആളുകളാണ് എന്ന മനോഭാവം ജനങ്ങളിലുള്ളതുകൊണ്ടാണ് അവർ ഓടിയത്. ഇതാണ് ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾ അതിനു പ്രാപ്തനാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കു വലിയ ജനക്കൂട്ടത്തെ ഓടിക്കാൻ കഴിയും. പോലീസും പട്ടാളവും ചെയ്യുന്നത് പോലെ അവരെ നയിക്കാൻ കഴിയും. നേതാക്കൾ ചെയ്യുന്നത് പോലെ
തങ്ങളുടെ വിജയത്തെ പിറകോട്ട് വലിക്കുന്നത് സാഹചര്യങ്ങളും മറ്റുള്ളവരുമാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും കരുതുന്നത്. തങ്ങളുടെ പരാജയങ്ങളെ പരിചാരുന്നതിനു വേണ്ടി അവർ ഭാവനയിൽ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു. ആരാണ് നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്നത്? നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വിജയത്തിന് തടസ്സം നിൽക്കുന്നത്. നിങ്ങളുടെ മാറാത്ത മനോഭാവമാണ് നിങ്ങളുടെ വിജയത്തെ തടയുന്നത്, പിന്നോട്ട് വലിക്കുന്നത്. നോക്കൂ, നമ്മൾ ജീവിക്കുന്നത് ഒരു പിരമിഡൽ സൊസൈറ്റിയിലാണ് എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ പറയുന്നത്. നിങ്ങളൊരു പിരമിഡൽ ഷേപ്പ് സങ്കല്പിച്ചു നോക്കൂ. ധാരാളം ആളുകൾ അടിത്തട്ടിലുണ്ട്. അവർ വളരെ ദരിദ്രരും അനുയായികളും ആയിരിക്കും. എന്നാൽ മുകളിലോട്ട് പോകുന്തോറും ആളുകളുടെ എണ്ണം കുറവായിരിക്കും. എണ്ണത്തിൽ കുറവായ അവരുടെ കയ്യിലാണ് സമ്പത്തിൻ്റെ ഭൂരിഭാഗവും. അവരുടെ കയ്യിലാണ് അധികാരം. എന്തുകൊണ്ടവർ മുകളിലെത്തി? ആറ്റിറ്റ്യൂഡ്. ഒരു ലക്ഷ്യം മുന്നിൽ കാണുകയും ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള മാർഗങ്ങൾ സ്വപ്നം കാണുകയും ആ ലക്ഷ്യത്തിലെത്താൻ തനിക്ക് കഴിയുമെന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പിരമിഡിൻ്റെ ഏറ്റവും മുകളിലെത്തും. അല്ലാത്തവർ താഴത്തെ തട്ടിലും. ഞാൻ എൻ്റെ സാഹചര്യങ്ങളുടെ ഒരു ഉൽപ്പന്നമല്ല. എൻ്റെ മനോഭാവത്തിൻ്റെയും ഞാനെടുത്ത തീരുമാനങ്ങളുടെയും ഉൽപ്പന്നമാണ് ഞാൻ. ഇതാണ് വിജയികളുടെ മനോഭാവം. ചിന്തിക്കുക, സ്വപ്നങ്ങൾ കാണുക, വിശ്വസിക്കുക, ഇറങ്ങിത്തിരിക്കുക. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതായിരിക്കണം സ്വപ്നമെന്ന് മഹാനായ ശ്രീ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വെറുതെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുക. നേതാവാകണോ? ബിസിനസ്സുകാരനാകണോ? സിവിൽ സർവീസിൽ ഉയർന്ന പദവിയിലെത്തണോ? ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. അതിനുശേഷം നിങ്ങൾ ഏതു പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കുന്നത്, ആ പ്രൊഫഷന് വേണ്ടുന്ന ഒരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളത് മനഃപൂർവ്വം തന്നെ സ്വയം സൃഷ്ടിക്കുക. അതിനുശേഷം ലക്ഷ്യത്തിലെത്താൻ വേണ്ട കരുത്തേറിയ തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ടു പോവുക. നിങ്ങൾക്കനുകൂലമായി സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. നിങ്ങൾ തീവ്രമായി എന്താഗ്രഹിക്കുന്നുവോ അത് നടപ്പാക്കാൻ വേണ്ടി, നിങ്ങളെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഗൂഢാലോചന നടത്തുമെന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ ഈ തരുണത്തിൽ സ്മരണീയമാണ്. എന്നാൽ ഇതിനോട് കൂട്ടി വായിക്കേണ്ട 2 വാചകങ്ങൾ കൂടിയുണ്ട്. ആക്ഷൻ വിത്തൗട്ട് വിഷൻ ഈസ് എ നൈറ്റ്മെയർ. വിഷൻ വിത്തൗട്ട് ആക്ഷൻ ഈസ് എ ഡ്രീം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുടങ്ങാതെ കാണുന്നതിനു വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നത് മറക്കാതിരിക്കുക. മണി ടെക് മീഡിയയിലേക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് ടി നസീർ ഖാൻ സാഹിബ്, റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസർ. മൊബൈൽ നമ്പർ 7907536093. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് മണി ടെക് മീഡിയ സബ്സ്ക്രൈബ്